CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമ്മോടൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ INDA സഖ്യം നേടിയ വോട്ടുകൾ അല്ലെങ്കിൽ INDA സഖ്യം നേടിയ സീറ്റുകൾ അത് ഒരുപക്ഷെ വലിയൊരു തിരിച്ചുവരവാണ് ഇന്ത്യ സഖ്യത്തിന്. പക്ഷേ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഒരു വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാത്തിനേക്കാളും വലുതായി ജനങ്ങളെ കാണുന്ന പാർട്ടിയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ അവരാണ് യജമാനന്മാർ. അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് വിധിയെ എപ്പോഴും മാനിക്കണം എന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ് CPI. ആ അർത്ഥത്തിൽ ഞങ്ങൾ കേന്ദ്രത്തിലെ വിധികൾത്തിനെ ഉയർത്തിക്കൊടുക്കുന്നു. ഞങ്ങളെപ്പോഴും പരാജയപ്പെടുകയാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പരാജയപ്പെട്ടുവെങ്കിൽ ജനവിധി അർത്ഥത്തിൽ ഞങ്ങൾ കേരളത്തിൽ പാഠം പഠിക്കണം. എന്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇത്തരമൊരു ഫലമുണ്ടായി? എന്തുകൊണ്ട് LDFന് ഇത്രയും വലിയ ഒരു തോൽവി ഉണ്ടായി? തോൽവി തന്നെയാണ്. ഞങ്ങൾ വർത്തമാനം പറഞ്ഞത് കൊണ്ടോ വേറെ എന്തെങ്കിലും ന്യായം പറഞ്ഞത് കൊണ്ടോ തോൽവിയെ വിജയമായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. തോൽവിയാണ്. പക്ഷെ ആ തോൽവി ഞങ്ങൾ ഇടതുപക്ഷക്കാരെ പൂർണ്ണമായിട്ടും തളർത്താൻ പോകുന്നില്ല. ഇതോടെ എല്ലാം അവസാനിച്ചു ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല. ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ ഇതിൻ്റെ പാഠം പഠിക്കണം. പാഠം പഠിച്ച് തിരുത്തേണ്ടവയെ തിരുത്തി ജനങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഞങ്ങളുടെ നഷ്ടപ്പെട്ട എല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ശരിക്കും ഒരു ആത്മപരിശോധന, അതായത് ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത്. മറ്റു മേഖലകളിലൊക്കെ ഈ INDA സഖ്യം വിജയം നേടുമ്പോൾ കേരളത്തിൽ INDA സഖ്യം ഇല്ല എങ്കിൽ പോലും ഈ സംസ്ഥാന സർക്കാർ ആൻറ്റി വോട്ട് അങ്ങനൊരു ഭരണവിരുദ്ധ തരംഗം ആ രീതിയിൽ ഈ ഒരു നില കാണാൻ പറ്റുമോ? അല്ല, പെട്ടെന്ന് അതിനെപ്പറ്റി ഇപ്പോൾ യെസ് ഓർ നോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അതേപ്പറ്റി ഒരു പരിശോധന വേണം. ആ പരിശോധന ഉണ്ടായിട്ടില്ല. പക്ഷേ അതടക്കം എല്ലാ കാര്യങ്ങളും ജനവിധി കേരളത്തിൽ ഇങ്ങനെയാകുന്നതിൻ്റെ പുറകിൽ ഞങ്ങളുടെ ഭരണത്തെപ്പറ്റിയുള്ള ഒരു വിശകലനമുണ്ടോ, വിപരീതമായൊരു ചിന്തയുണ്ടോ ജനമനസ്സുകളിൽ? ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ഭയപ്പെടാൻ പാടില്ല. ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കപ്പെടണം. അത് LDFനെ തിരുത്താനും ശക്തിപ്പെടുത്താനും വേണ്ടിയാണ്, ദുർബലമാക്കാൻ വേണ്ടിയല്ല എന്നാണ് CPI കാണുന്നത്. LDF കേരളത്തിൻ്റെ ഭാവിയിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ശക്തിയാണ്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയല്ല, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിൻ്റെ പാഠങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ പഠിച്ചേ തീരും. പ്രത്യേകിച്ചും തൃശ്ശൂരാണ് എതിരാളി CPI തന്നെയാണ്. തിരുവനന്തപുരത്തും അവർ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. എതിരാളി CPI ആണ്. CPI മത്സരിച്ച മണ്ഡലങ്ങളിലാണ് BJPയുടെ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. എന്താണ് അതൊരു അങ്ങനെ വരാൻ കാരണം? അങ്ങനെ CPI മത്സരിച്ചത് കൊണ്ട് BJP ജയിച്ചു അല്ലെങ്കിൽ 2ാം സ്ഥാനക്കാരായി എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. തൃശ്ശൂരും തിരുവനന്തപുരത്തും LDFന് കനത്ത അനുഭവങ്ങളുണ്ടായി. തൃശ്ശൂരിൽ BJP ജയിച്ചു. തിരുവനന്തപുരത്ത് BJP പരാജയപ്പെട്ടെങ്കിലും നല്ല ശതമാനം വോട്ട് നേടി. 35% വോട്ട് നേടി. ചെറിയ കാര്യമല്ല. ഞങ്ങളതിനെ കാണുന്നത് കേരളത്തിനെ പോലെയൊരു സംസ്ഥാനത്ത് മതേതര മൂല്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാന ഘടകമായി എന്നും ഉയർത്തിപ്പിടിച്ചു പോകുന്ന കേരളത്തിലെ ജനമനസ്സുകളിൽ BJPയെ പോലെയൊരു പാർട്ടി വർഗീയ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ നെറികെട്ട ശീലങ്ങളെയും ഇരുണ്ട ആശയങ്ങളെയും മുറുകെ പിടിക്കുന്നൊരു പാർട്ടി, ആ പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ്. കേരളത്തിൻ്റെ ഭാവിക്ക് മുമ്പിൽ, ഉയർത്തിപ്പിടിച്ചു പോകുന്ന കേരളത്തിൻ്റെ മൂല്യങ്ങളുടെ മുമ്പിൽ കേരളത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പൈതൃകമുണ്ട്. അത് മനുഷ്യരെ തമ്മിൽ സ്നേഹിപ്പിക്കുന്ന, അടുപ്പിക്കുന്ന ഒരു സംസ്കൃതിയാണ്. അതിനു മുമ്പിൽ എല്ലാം BJPയുടെ ഈ വളർച്ച കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പഠിക്കണം. ഇന്ത്യയിലെമ്പാടും അത് പരാജയപ്പെട്ടു. നരേന്ദ്രമോദിയെ ഒരു ബ്രാൻഡാക്കി. അവിടെ തന്നെ പറഞ്ഞ ഭാഷ അതാണ്, ബ്രാൻഡ് എന്നാണ്. ബ്രാൻഡ് രാഷ്ട്രീയത്തിലെ ഭാഷയല്ല, ബ്രാൻഡ് കമ്പോളത്തിൻ്റെ ഭാഷയാണ്, കച്ചവടത്തിൻ്റെ ഭാഷയാണ്. കച്ചവടത്തിൻ്റെ ഭാഷ
കച്ചവടത്തിൻ്റെ മൂല്യങ്ങൾ, കമ്പോളത്തിൻ്റെ ശക്തികളും താല്പര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് ഈ ബ്രാൻഡ് പ്രയോഗവും വ്യക്തമാക്കുന്നുണ്ട്. അതിന് അവരുടെ ബ്രാൻഡായിരുന്നു നരേന്ദ്രമോദി. ആ ബ്രാൻഡിനെ തള്ളിക്കളഞ്ഞു ഇന്ത്യ. അത് വലിയ പാഠമാണ് ഇന്ത്യക്ക്. ആ ഇന്ത്യ മുഴുവനും തള്ളിക്കളഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബലത്തിൽ നിൽക്കുന്ന കേരളത്തിൽ മാത്രം, അതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്വാധീനമുള്ള കേരളത്തിൽ, ആ കമ്പോള വസ്തു, ആ ബ്രാൻഡ് എങ്ങനെ ഇത്രമാത്രം ചലനമുണ്ടാക്കിയെന്ന് ഞങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം, പഠിക്കണം. തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധന ആവശ്യമാണെന്നും ജനവിധി ഉൾക്കൊള്ളുന്നു എന്നുമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. തിരുവനന്തപുരത്തു നിന്നും സത്യരാജിനോടൊപ്പം B. ശ്രീകുമാർ.